ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. ഒരമ്മയ്ക്ക് തന്റെ മകളെയോ മകനെയോ തിരിച്ചറിയാനായിട്ട് ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമോ? 98% ആളുകൾക്കും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഈവൻ അവർ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും ഒരു 5ഓ 10ഓ വർഷമൊക്കെ കാണാതിരുന്നിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലേ? പക്ഷേ ഇങ്ങനെ സാധിക്കാതിരുന്നാൽ എങ്ങനെയായിരിക്കും? 1928 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ചിട്ട് ക്രിസ്റ്റിൻ കോളിൻസ് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് ഒരു ദുരനുഭവം ഉണ്ടാവുന്നു. അവരുടെ 9 വയസ്സുള്ള വാൾട്ടർ കോളിൻസ് എന്ന മകനെ കാണാതായി പോവുകയാണ്. അങ്ങനെ അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നു. അവര് സ്വന്തമായിട്ട് അന്വേഷണം നടത്തുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. 5 മാസങ്ങൾക്ക് ശേഷം ലോസ് ആഞ്ചലസ് പോലീസ് ഈ കുട്ടിയെ കണ്ടെടുത്തു എന്ന് പറഞ്ഞ് വരുന്നു. ക്രിസ്ത്യൻ കോളിൻസിന്റെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നതും അമ്മയും മകനുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാരണം ക്രിസ്ത്യൻ ഈ കുട്ടിയെ കാണുന്ന സെക്കൻഡിൽ തന്നെ ക്രിസ്ത്യന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇത് തൻ്റെ മകനല്ല. അതായത് തൻ്റെ മകനായിട്ടുള്ള വാൾട്ടർ കോളിൻസിനെ അല്ല പോലീസുകാർ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ക്രിസ്ത്യൻ അപ്പം തന്നെ പോലീസുകാരോട് പറയുന്നു, ഇതെൻ്റെ മകനല്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്ന് പറയുന്നു. പക്ഷെ പോലീസുകാർ പറയുന്നു, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ്. കാരണം കഴിഞ്ഞ 5 മാസമായിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അപ്പം ഇവൻ ഏത് സാഹചര്യത്തിലായിരുന്നത് നമുക്കറിയില്ല. ഇവന് പട്ടിണിയായിരിക്കാം, അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവൻ്റെ ഫേസൊക്കെ മാറിപ്പോയതാണ്, അങ്ങനെ മാറിപ്പോയതാണെന്നൊക്കെ പോലീസുകാർ പറഞ്ഞ് ക്രിസ്ത്യനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ മകനല്ല. ആ കുഞ്ഞാണെങ്കിൽ പോലും ക്രിസ്ത്യനോട് പറയുന്നത്, ഞാൻ വാൾട്ടർ കോളിൻസ് ആണ്, നിങ്ങൾ എൻ്റെ അമ്മയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെയാണ് ആ കുഞ്ഞ് വരെ പറയുന്നത്. പക്ഷെ